വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയായ മത്തൻ പുഡിങ് അല്ലെങ്കിൽ പംകിൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ഇപ്പം വിചാരിക്കുന്നുണ്ടാകും മത്തൻ കൊണ്ട് പുഡിങ് ഉണ്ടാക്കിയാൽ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നൊക്കെ. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ മത്തൻ പുഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരിക്കലും ആരും പറയില്ല ഇത് മത്തൻ കൊണ്ട് ഉണ്ടാക്കിയ ഒരു പുഡിങ് ആണെന്ന്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പുഡിങ്ങിന്. അതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സെർവ് ചെയ്യാൻ പറ്റിയതുമായ നല്ലൊരു അടിപൊളി പുഡിങ്ങാണിത്. അപ്പോൾ ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് എൻ്റെ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു പീസ് മത്തനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ കുറച്ച് പുഡിങ് ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ഞാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസൊക്കെ കൂട്ടിയെടുക്കാം. ഈ മത്തൻ്റെ തൊലിയും കുരുവൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി കട്ടാക്കി എടുത്തിട്ടുണ്ട്. ആദ്യം ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മത്തനൊന്ന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ഒഴിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അധിക സമയമൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വേവിക്കില്ല, അത്രയൊന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു 8 മിനിറ്റ് വേവിച്ചാൽ മതി. ഇത് കുക്കായതിന് ശേഷം നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. മത്തൻ കുക്കായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, സ്പൂണ് കൊണ്ട് ഓരോ പീസിൽ ഇങ്ങനെ പ്രസ്സാക്കുമ്പോൾ സ്പൂൺ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മത്തൻ വെന്ത് വരേണ്ടത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ വെള്ളം കളഞ്ഞ് ഈ മത്തൻ നല്ലതുപോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ടത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് വേവിച്ചെടുത്ത ഈ മത്തൻ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലിനി വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്താൽ മതി. അങ്ങനെ ഈ മത്തനും ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഒന്നിച്ച് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ടൊരു പാനിലേക്ക് കുറച്ച് പാലെടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുകയാണ് വേണ്ടത്. ഈ പാൽ നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കി എടുക്കാം. ഇതൊരു 10 ഗ്രാം ചൈന ഗ്രാസ് ആണ്. ഇനി ഈ ചൈന ഗ്രാസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ജലാറ്റിൻ യൂസ് ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ഇത് മെൽറ്റാക്കി എടുക്കാൻ. ചൈന ഗ്രാസ് ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ പാല് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പാല് ഇളക്കി കൊടുക്കാൻ മറന്നാൽ പാല് അടിയിൽ പിടിച്ചു പോകും. ഇപ്പോൾ ഈ പാല് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ പംകിൻ അടിച്ചെടുക്കുന്ന സമയത്ത് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 3 ടേബിൾ സ്പൂണും പിന്നെ ഈ പാലിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ടോട്ടൽ 7 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ഈ പുഡിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുറച്ച് മധുരം മതിയെങ്കിൽ ഈ ഷുഗർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ ചൈന ഗ്രാസ് മുഴുവനായിട്ടും മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ ചൈന ഗ്രാസ് ഈ പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാലും ചൈന ഗ്രാസും ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതുപോലെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ആ ചൈന ഗ്രാസും പാലും ഒന്ന് മിക്സായി വരണം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച മത്തൻ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഒരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മൾ ഇത് മിക്സാക്കി എടുക്കാനായിട്ട്. ഇത് നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഇത് കുറച്ച് തണുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഏത് ബൗളിലാണോ പുഡിങ് സെറ്റാക്കി എടുക്കുന്നത് ആ ബൗളിലേക്ക് ഈ മിക്സ്ചർ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ബൗളിലേക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ പുഡിങ് മിക്സ്ചർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം. അലൂമിനിയം ഫോയിലോ ക്ലിം ഫിലിമോ ഉപയോഗിച്ച് കവർ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് വേണ്ടത്. ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചിട്ട് സെറ്റാക്കി എടുത്താൽ മതി. അങ്ങനെ ഞാൻ പുഡിങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ടൂട്ടി ഫ്രൂട്ടി കൊണ്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുമുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഈ ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയിലൂടെ കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ, താങ്ക് യു.